Hi dears, welcome to English classes at Radhika Rinesh. Ready to Read is the third chapter from the second block of the book AEC English for Communication, which is based on the SNGOU, that is Sri Narayana Guru Open University FYUGP syllabus. Why people are reading? എന്തിനാ വായിക്കുന്നത്? ഫോർ ഇൻഫർമേഷൻ, വിവരങ്ങൾ കിട്ടാൻ, ഇൻസ്ട്രക്ഷൻ അല്ലേ, അതായത് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട്. കമ്മ്യൂണിക്കേഷൻ മീൻസ് ആശയവിനിമയം നടത്താൻ. കത്തൊക്കെ എഴുതുന്നത്, അത് വായിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ബെറ്റർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, ബെറ്റർ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ വായിക്കുന്നു. ഫോർ പ്ലഷർ, നോവൽസ്, പോംസ് ഒക്കെ വായിക്കുന്നത് പ്ലഷറിന് വേണ്ടി. In order to understand the thing you are reading, you should have to enhance your vocabulary. അല്ലേ, വൊക്കാബുലറി പറഞ്ഞു വെച്ചാൽ വേർഡ് നോളേജ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീഡിങ് ആയാലും റൈറ്റിംഗ് ആയാലും. അപ്പോൾ അതുകൊണ്ട് ലിസണിങ് ആയാലും ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വൊക്കാബുലറി കൂട്ടേണ്ടത് വളരെ ആവശ്യമാണ്. സ്ട്രോങ് വൊക്കാബുലറി ഈസ് നീഡഡ് ഫോർ റീഡിങ്. ഓക്കെ, പിക്കിംഗ് അപ്പ് ദ വേർഡ്സ് ഫ്രം ദ സ്പീക്കർ വൈൽ യു ആർ ലിസണിങ്. അപ്പോൾ ലിസൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്തോ ഒക്കെ അൺഫെമിലിയർ വേർഡ്സ് എന്ത് ചെയ്യുക, എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക, അതിൻ്റെ മീനിങ് നോക്കി. അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്. ഓക്കെ, ദെൻ റെപ്പിറ്റീഷൻ ഓഫ് വേർഡ്സ്. പിന്നെ അത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ഹൗ ടു ബിൽഡ് വൊക്കാബുലറി യൂസിങ് ഡിക്ഷണറി. ഓക്കെ, ഡിക്ഷണറി ഉപയോഗിക്കുക. എപ്പോഴൊക്കെ അറിയാത്ത വേർഡ് കാണുന്നുണ്ടോ വായിക്കുമ്പോൾ, അപ്പോഴൊക്കെ യൂസ് ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ആൻഡ് സ്റ്റഡി ഇറ്റ്. Then using thesaurus. Thesaurus is the dictionary where you can find different words with the same meaning. പര്യായ പദങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഒരു മീനിങ് വരുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, അതൊക്കെ നമ്മൾ പഠിക്കും. എ വേർഡ് എ ഡേ. ഇപ്പോൾ ആപ്പും അതുപോലെ തന്നെ കുറേ ഡിക്ഷണറികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരു ദിവസം ഒരു വേർഡ് വെച്ച് നമ്മൾക്ക് പഠിപ്പിച്ചു തരും. സോ ആ ആപ്പൊക്കെ, അങ്ങനത്തെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലേൺ എ വേർഡ് ഇൻ എ ഡേ. ദെൻ പ്ലേ വേർഡ് ഗെയിംസ് അല്ലേ, കുറേ നമ്മൾ ഓൺലൈൻ ഗെയിംസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് കുറേ ഓഫ്ലൈനായിട്ടും കളിക്കാൻ പറ്റുന്ന കുറേ വേർഡ് ഗെയിംസ് ഉണ്ട്, അതൊക്കെ കളിക്കുക. പസിൽസ്, റൈറ്റ്. ദെൻ ലേൺ റൂട്ട് ഓഫ് വേർഡ്സ്. ഒരു വേർഡിൻ്റെ റൂട്ട് ഏതാണെന്ന് പഠിക്കുക. അപ്പോൾ അതായത് ഇപ്പം റീഡിങ് എന്നുള്ളതിൻ്റെ റീഡ് എന്നുള്ളതാണ് അവിടുത്തെ റൂട്ട്. ING എന്നുള്ളത് അവിടുത്തെ സഫിക്സ് ആണ്. ഓക്കെ, ദെൻ പ്രീ ലേണിംഗ് എന്നുള്ള ഒരു വേർഡാണ് വിചാരിക്കുക. അപ്പോൾ പ്രീ എന്നുള്ളത് അവിടുത്തെ പ്രിഫിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ പല പല രീതിയിൽ വേർഡ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആ ആസ്പെക്ട്സ് ഒക്കെ അല്ലേ, ബിൽഡിംഗ് ഓഫ് വേർഡ്സ്, ആ ഒരു ടെക്നിക്കൊക്കെ പഠിക്കാം. കോണ്ടെക്സ്ച്വൽ മീനിങ്. പിന്നെ ചിലപ്പോൾ നമുക്ക് ചില വേർഡിൻ്റെ മീനിങ് വായിക്കുമ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിലും വിത്ത് ദാറ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ആക്ച്വൽ മീനിങ് വേറെ ആയിരിക്കും, ആ കോണ്ടെക്സ്റ്റിന് ഉപയോഗിക്കുന്ന മീനിങ് വേറെ ആയിരിക്കും ഒരു വേർഡിന്. അപ്പോൾ അത് മനസ്സിലാക്കണം. നോട്ട് ഡൗൺ ദ ന്യൂ വേർഡ്സ്. പുതിയ വാക്കുകൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ നോക്കുക, അത് പഠിക്കുക. സ്റ്റാർട്ട് യൂസിങ് ന്യൂലി ലേൺഡ് വേർഡ്സ്. പുതിയ വാക്കുകൾ ഉപയോഗിക്കുക, പഠിക്കുക. സ്പീഡ് റീഡിങ്. എന്താ സ്പീഡ് റീഡിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഹൗ കാൻ യു ഇംപ്രൂവ് യുവർ റീഡിങ്, ഹൗ കാൻ യു ഇംപ്രൂവ് യുവർ ദ സ്പീഡ് ഓഫ് യുവർ റീഡിങ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ദർ ആർ 2 പ്രോസസ്സസ് അല്ലേ, ഇങ്ങനെ വേഗത്തിൽ വായിക്കാൻ പറ്റണമെങ്കിലുള്ള 2 പ്രോസസ്സുകളാണ്. വൺ ഈസ് സ്കിമ്മിങ്. സ്കിമ്മിങ് പറഞ്ഞു വെച്ചാൽ റീഡിങ് ത്രൂ ദ മെയിൻ പോയിന്റ്സ് ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, ഓവറോൾ ഐഡിയ കിട്ടാൻ മെയിൻ പോയിന്റ് മാത്രം എടുത്ത് വായിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിമ്മിങ്. ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ ഹെഡ്ലൈൻസ് മാത്രം എടുത്ത് വായിക്കാറില്ലേ, ദറ്റ് ഈസ് സ്കിമ്മിങ്. ഗെറ്റ് ആൻ ഓവർവ്യൂ ഓഫ് ദ കണ്ടന്റ്, അതാണ് സ്കിമ്മിങ്. സ്കാനിങ്, എ ടെക്നിക് യൂസ്ഡ് ടു ക്വിക്ക്ലി ഫൈൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ വിത്തിൻ എ ടെക്സ്റ്റ് വിതൗട്ട് റീഡിങ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. അപ്പം പെട്ടെന്ന് എല്ലാം വായിക്കാതെ തന്നെ പെട്ടെന്ന് ആ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക. ഇറ്റ്സ് പർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ യു ആർ ലുക്കിംഗ് ഫോർ സർട്ടൻ കീവേഡ്സ്, ഡേറ്റ്സ്, നെയിംസ് ഓർ ആൻസേഴ്സ് ടു സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചില കീവേഡുകൾ കണ്ടെത്തുക, അതിൻ്റെ 4 പറയും വായിക്കുക. ഇപ്പോൾ നമ്മൾ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ എക്സാമിനൊക്കെ,
അതായത് ഒരു പാരഗ്രാഫൊക്കെ തന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് നമ്മൾ മൊത്തം പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് സമയം തികയില്ല. അപ്പോൾ ഈ സ്കാനിങ് ഒക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള വേർഡ്സ് വരുന്ന സെൻറ്റൻസുകൾ ഫോക്കസ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഈ സ്പീഡ് റീഡിങ് നടക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ്സ് അല്ലേ, ഏതെങ്കിലും ഡേറ്റുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്പോഴെന്താ നടന്നത്, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും വാട്ട് ഈസ് ദി മെയിൻ തീം ഓഫ് ദിസ് പാരഗ്രാഫ് ഓർ ദിസ് എസ്സേ എന്നുള്ളത്. വിച്ച് ആർ ദ റീഡിങ് ടെക്നിക്സ്? ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയത്. സോ വി വിൽ ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ് ഫോർ ദോസ് ക്വസ്റ്റ്യൻസ് നാച്ചുറലി. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവും അല്ലേ. അതായത് വെറുതെ ഇരുന്ന് പാസീവ് റീഡിങ് അല്ല, അർത്ഥം മനസ്സിലാക്കി വായിക്കുക. അങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കുറേ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടെങ്കിൽ ശ്രമിക്കുക, അല്ലെങ്കിൽ റെഫറൻസുകൾ ഉണ്ടാവും. ഓക്കെ, ഐഡൻറ്റിഫൈ റെഫറൻസ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഇപ്പോൾ റെഫറൻസ് ചിലപ്പോൾ ചില വേർഡിൻ്റെ ഒന്നും മീനിങ് ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഫ്രേസസ് അല്ലേ അവിടെ യൂസ് ചെയ്തത് വേറെ മീനിങ് കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസുകൾ വായിച്ച് മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ മെയിൻ ആൻഡ് സപ്പോർട്ടിങ് ഐഡിയാസ്. ഒരു സംഭവം വായിക്കാൻ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ ഐഡിയകൾ എന്താണ്, സപ്പോർട്ടിങ് ഐഡിയകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ ടെക്സ്റ്റ് സ്ട്രക്ചർ. എങ്ങനെയാണ് ഈ ടെക്സ്റ്റ്, അതായത് എന്താണ് സാധാരണ രീതിയിലൊരു ഇൻട്രഡക്ഷൻ, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ, ഈ രീതിയിലായിരിക്കും ടെക്സ്റ്റ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു സിംഗിൾ ഐഡിയ തന്നെ എല്ലാ പാരഗ്രാഫിലും പറയാം, അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫിലും ഓരോ ഐഡിയകൾ പറയാം. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയുള്ള ടെക്സ്റ്റാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ടെക്സ്റ്റ് സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വൊക്കാബുലറി. നമുക്കറിയാം വൊക്കാബുലറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, കാരണം കുറേ വാക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് അതുപോലെ തന്നെ വൊക്കാബുലറി മാത്രമല്ല, അതിൽ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ, അതായത് വെർബാണോ നൗൺ ആണോ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വെർബ് ആണെങ്കിൽ അതിൻ്റെ നൗൺ എന്തായിരിക്കും വരിക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം, അപ്പോഴേ നമുക്ക് വൊക്കാബുലറി കൂടുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് സൈൻ പോസ്. സൈൻ പോസ് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് യു ടു ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ടെക്സ്റ്റ്. അതായത് above all the main point to note, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് ഇങ്ങനെ there are 3 major facts to be noted. അപ്പോൾ നമുക്ക് മനസ്സിലാവും മേജർ ഫാക്ട്സ് പറഞ്ഞു വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ there are 3 important facts firstly. ഓക്കെ, പിന്നെ അതുപോലെ let us now consider, next, lastly, ഇങ്ങനത്തെ വേർഡുകളൊക്കെയാണ് നമ്മൾ സൈൻ പോസ് എന്ന് പറയാം. ഒരു സിഗ്നൽ വേർഡ്സ് ആണ്. അപ്പോൾ അവിടെ അത് ഈ വേർഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സൈൻ പോസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക, അതെവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ തിങ്സ് ടു ബി അണ്ടർസ്റ്റുഡ് വൈൽ യു ആർ റീഡിങ്. ഡിക്ഷണറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ റീഡിങ്. നമ്മൾ പറഞ്ഞു അർത്ഥം മനസ്സിലാക്കുക. റീഡിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വായിക്കുകയല്ല, നോട്ട് പാസീവ് റീഡിങ് ബട്ട് ആക്റ്റീവ് റീഡിങ്. കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദി ടെക്സ്റ്റ്, അതാണ് നമ്മൾ റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഡീകോഡിങ് ഡിക്ഷണറി നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. സോഴ്സ് ഓഫ് മീനിങ്, നമുക്കറിയാം ഡിക്ഷണറി ഈസ് ദ സോഴ്സ് ഓഫ് മീനിങ്. ഒരുവിധം എല്ലാ മീനിങ്ങുകളും അതിലുണ്ടായിരിക്കും. പ്രൊവൈഡ് മോർ ഡീറ്റെയിൽസ് ഓഫ് വേർഡ്സ്, അതായത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചാണ്, നൗൺ ആണോ വേർബ് ആണോ, ഇനി നൗൺ ആണെങ്കിൽ അതിൻ്റെ വേർബ് എങ്ങനെയാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് ഇറ്റ് വിൽ ബി ദയർ. ചില ഡിക്ഷണറികളൊക്കെ ആണെങ്കിൽ സംടൈംസ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഒക്കെ ആണെങ്കിൽ വലിയ ഡിക്ഷണറിയാണ്, പിക്ചേഴ്സും ഉണ്ടാവും, ഓരോ വേർഡിൻ്റെയും പിക്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് കംപ്ലീറ്റ്ലി. ദെൻ പ്രൊനൗൺസിയേഷൻ, ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊനൗൺസിയേഷൻ അല്ലേ, എങ്ങനെ അത് ശബ്ദം ഉച്ചരിക്കുന്നത് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും. ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഫോണറ്റിക് സിമ്പിൾ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല അതിൻ്റെ വോയിസ് അല്ലേ, ഒരു മൈക്കിൻ്റെ ചിത്രം ഉണ്ടാവും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഹിയർ ഹൗ ദ പർട്ടിക്കുലർ വേർഡ് ഈസ് പ്രൊനൗൺസ്ഡ്. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, മറ്റേ
ബുക്കാണ് ഡിക്ഷണറി എന്നുണ്ടെങ്കിൽ അതിൽ ഈ ഫോണീമിക് സിമ്പലായിരിക്കും ഉണ്ടാവുക. ഇപ്പം മലയാളം ഇംഗ്ലീഷ് മലയാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എഴുതും. പക്ഷേ നെവർ ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് പ്രൊനൗൺസിയേഷൻ. അത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. പ്രൊനൗൺസിയേഷൻ്റെ ഒക്കെ കാര്യത്തിൽ യു ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഓൺലി. ദെൻ നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ചിലെ വേർബാണോ നൗൺ ആണോ, അതിൻ്റെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേർബ് എന്താണ്, നൗൺ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് ലഭിക്കും. സോ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ. അതുപോലെ തന്നെ എങ്ങനെ വായിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്റ്റാർട്ട് റീഡിങ്, ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇഫ് യു ആർ റീഡിങ് ഫോർ പ്ലെഷർ അല്ലേ, നോവലോ പോമോ ഒക്കെ വായിക്കുകയാണെങ്കിലും try to understand the meaning of that particular text അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പതുക്കെ പതുക്കെ തുടങ്ങിയാൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ റീഡിങ് സ്കിൽ. അപ്പോൾ നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, പല ആളുകൾക്കും ഇംഗ്ലീഷ് ഒന്നും വായിച്ചാൽ മനസ്സിലാവണില്ല. എസ്പെഷ്യലി അത് വളരെ വിസിബിൾ ആവുന്നത് എക്സാം ഹാളിലാണ്. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് വൊക്കാബുലറി ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ വൊക്കാബുലറി കൂട്ടുക, എന്നും ഓരോ വേർഡുകൾ പഠിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, അതിന് ശ്രമിക്കുക. കുറച്ച് സമയം മെനക്കെട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഗ്രാജുവലി ആ ഒരു സ്കില്ല് കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ. ടെക്സ്റ്റ് വായിക്കുക. വീഡിയോ കാണുന്ന സമയത്ത് ടെക്സ്റ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, താങ്ക് യു. ബൈ.